ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജേനസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് കേട്ടാ. ചേമ്പ് ഉടച്ചതും നല്ല മുളക് ചമ്മന്തി. നിങ്ങൾക്ക് കാന്താരി കിട്ടുമെങ്കിൽ കാന്താരി വെച്ചിട്ടാണ് കേട്ടാ ആ ചമ്മന്തി ചെയ്യുന്നത് നല്ലത്. എനിക്ക് ഇവിടെ കാന്താരി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാനൊരു മുളക് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ചേമ്പ് ഉടച്ചതും നല്ല മുളക് ചമ്മന്തി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്നൊരു നാടൻ വിഭവമായ ചേമ്പ് പുഴുങ്ങിയത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ നല്ല ചേമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ അങ്ങനെയൊന്നും ചേമ്പ് കിട്ടില്ല, പക്ഷെ ഞാൻ ഇന്ന് കടയിൽ പോയ സമയത്ത് നല്ല ചേമ്പ് കണ്ടു. അപ്പോൾ ഞാൻ കുറച്ച് ചേമ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നാട്ടിൻ പുറങ്ങളിലെല്ലാം ഈ ചേമ്പെല്ലാം തന്നെ കൃഷി ചെയ്യുന്നവരെ ഇടയ്ക്കെല്ലാം ചേമ്പ് കിളക്കുന്ന സമയമായാൽ വീടുകളിലെല്ലാം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ചേമ്പ് പുഴുങ്ങിയത്. വൈകുന്നേരം എല്ലാം ആകുമ്പോൾ അല്ലെങ്കിൽ രാത്രിത്തെ ഒരു ഫുഡായിട്ടെല്ലാം ചില ആൾക്കാരെല്ലാം വെക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ ചേമ്പ് എടുത്തിട്ടുണ്ട്. ചേമ്പ് ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ പുറത്തെ ആ ഒരു സ്കിന്നില്ലേ, തൊലി, ആ തൊലി ഒന്ന് ചുരണ്ടി കളഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു വെച്ച ചേമ്പ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടണം. ചേമ്പ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ചേമ്പ് ഒരു കറുപ്പടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് കേട്ടോ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചേമ്പിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് കുക്കറിൽ അല്ലാണ്ടും വേവിക്കാം കേട്ടോ. കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിലിന് നമുക്ക് കാര്യം റെഡിയായി കിട്ടും. കണ്ടാ, ഇതുപോലെ ആക്കി മാറ്റാം. ഓക്കെ, ഈ ഒരു സൈസിൽ നമുക്ക് കഷ്ണാക്കി എടുക്കാം കേട്ടോ. ഇതാ ഞാനിവിടെ ചേമ്പെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിൽ കൊണ്ട് നമുക്ക് ചേമ്പ് വെന്ത് കിട്ടും കേട്ടോ. ഒരു വിസില് അടിച്ചാൽ വെന്ത് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് വേവിക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ് നമ്മൾ ചേമ്പ് എടുക്കുന്നതിന് കുറച്ച് വേണ്ട വെള്ളം കേട്ടോ, അധികം വെള്ളം വേണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചേമ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനൊരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടി പോണ്ട, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതാ നമ്മൾ ചേമ്പില് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ കേട്ടാ, ഒറ്റ വിസിലിന് ചേമ്പ് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു വിസിലിട്ട് കൊടുക്കാം. ഇതാ ചേമ്പ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ തന്നു കേട്ടാ. ഞാനത് കുക്കർ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചമ്മന്തി ആക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് കുഞ്ഞുള്ളി, ഒരല്ലി വാളംപുളി, മുളക് പൊടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതാണ് കേട്ടാ. ഒന്ന് വെറുതെ ചീനച്ചട്ടിയിലിട്ടിട്ട് 2 മിനിറ്റ്, അധികം ഇതാക്കാൻ പാടില്ല, കരിഞ്ഞു പോകും. അപ്പൊ ഇത് മൂന്നും കൂടി നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആക്കുന്നത് നമുക്ക് മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മളിപ്പം ഇടികല്ലിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് എടുത്തിട്ട് ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണയും കൂടി നനച്ചാൽ ആഹാ, അത് പറയുമ്പോൾ തന്നെ നല്ല വായിൽ വെള്ളം വരുന്ന കേട്ടാ. നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ് കേട്ടാ. അപ്പോൾ നമുക്ക് ചേമ്പിന് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചമ്മന്തി കൂടി സൈഡാക്കിയിട്ട് ഉണ്ടാക്കാം. ചേമ്പിന് പണ്ടത്തെ ആൾക്കാരൊന്നും മീനോ അങ്ങനെയൊന്നും കൂട്ടൂല കേട്ടോ. അവര് ചേമ്പിൻ്റെ അകത്ത് ലാസ്റ്റ് ഒന്നിക്കിൽ പച്ചവെളിച്ചെണ്ണ നനച്ച് ഒരു കാന്താരി മുളക് ചതച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് അങ്ങനെയാണ് കഴിക്കുക. ഇല്ലെങ്കിൽ വെറുങ്ങനെ ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് കഴിക്കും, ഇല്ലെങ്കിൽ ഈ ചമ്മന്തിയും കൂട്ടിയിട്ട് കഴിക്കും. അല്ലാണ്ട് ചിക്കനോ മീനോ അങ്ങനെയൊന്നും ചേമ്പിന്റെ കൂടെ പൊതുവെ പണ്ടുള്ള ആൾക്കാർ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ നാടൻ സ്റ്റൈലല്ലേ ആക്കുന്നത്. അപ്പൊ ഇത് നാടൻ സ്റ്റൈൽ തന്നെ ആയിക്കോട്ടെ. അപ്പൊ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ ആ കുത്തുന്ന ഇടികല്ലില്ലേ, അതിലാണ് ഇടിച്ചെടുക്കുന്നത് കേട്ടാ. ചെറിയൊരു ക്വാണ്ടിറ്റിയിലുള്ളൂ, മിക്സിയിലിട്ട് പെരങ്ങാനുള്ള ഇതൊന്നും ഇല്ല. അപ്പോൾ ഇതൊന്ന് ഇടിച്ചിട്ട് കൊണ്ടുവരാം. നമ്മൾ നേരത്തെ എടുത്ത ഉള്ളിയും പുളിയും മുളക് പൊടി ചെറുതായിട്ട് വാട്ടിയ ഇതും കൂടിയിട്ട് ഞാൻ ഈ കല്ലിലിട്ടിട്ട് ഇടിച്ചെടുത്തത് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അതിനകത്ത് കുറച്ച് ഞാൻ ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഇടിച്ചെടുത്തത് കേട്ടോ. നമ്മൾ ആദ്യം ഉള്ളി ഒന്ന് ഇടിച്ചെടുത്തതിന് ശേഷം ഈ മുളക് പൊടി ഇടാതെ കേട്ടോ. ഉള്ളിയും പുളിയും ആദ്യം ഒന്ന് ഇടിച്ചെടുക്കുക, എന്നിട്ടാകുമ്പോൾ ഈ മുളക് പൊടി ഇടുക. ഇല്ലെങ്കിൽ നമ്മൾ കുത്തുന്ന സമയത്ത് നമ്മൾ കണ്ണിലേക്ക് തെറിക്കും. അതുകൊണ്ട് ഉള്ളി ഒന്ന് ചതഞ്ഞതിന് ശേഷം മാത്രം നമ്മള് മുളക് പൊടി ഇടാതെ. നമ്മള് നാട്ടിലെല്ലാണെങ്കിൽ നമ്മള് കനലിൽ ചുട്ടിട്ടെല്ലാം മുളക് വാട്ടിയിട്ടെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ചതച്ചെടുത്താല് അത് നല്ലൊരു ഭംഗിയാണ്, ടേസ്റ്റുമാണ് കേട്ടോ. അപ്പൊ നമുക്ക് കാന്താരി കിട്ടുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഈ മുളക് പൊടി ചേർക്കുന്നതിന് പകരം കാന്താരി യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നമ്മള് നാട്ടിലുള്ള കാന്താരി ഉപയോഗിച്ചിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കല്. ഇത് നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മൾ കാണുമ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ എന്ന് തോന്നും, പക്ഷെങ്കിൽ ഇത് മതി കേട്ടാ. നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് ഡിപ്പ് ചെയ്ത് കഴിക്കുമല്ലോ. ഞാനിവിടെ ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കണം. നമ്മളെ വെളിച്ചെണ്ണയില്ലേ, വെളിച്ചെണ്ണ നമുക്ക് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പച്ച വെളിച്ചെണ്ണ കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാൻ ആക്കിയത്. ഇവിടെ മോനൊന്നും ഇത് എരിവായതുകൊണ്ട് അങ്ങനെ കഴിക്കൂല. നമുക്ക് വേണ്ടി മാത്രമാണ് ഇതാക്കിയിട്ടുള്ളത്. കണ്ട, ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടാ. ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാത്തവർ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടാ. ഇതിന് തേങ്ങേന്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇതവിടെ നിൽക്കട്ടെ. നമ്മളെ ചേമ്പ് ഇനി എന്തായി നോക്കാം. നമ്മളെ ചേമ്പ് വെന്തോന്ന് നമുക്ക് നോക്കാം കേട്ടോ. വാ, കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വെച്ചിട്ട് ഇതിന്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ ചേമ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് വെച്ച പാത്രത്തിൽ തന്നെ വെക്കാം കേട്ടോ. പക്ഷെ ഇനി നമുക്ക് ഇതിലേക്ക് ചേമ്പിലേക്ക് എന്തെല്ലാം ചേർക്കണം വെച്ചാൽ ഒരു നുള്ള് തേങ്ങ, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വേവിച്ച ചേമ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് എല്ലാവരെയും മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളം നന്നായിട്ട് ഇനി വറ്റി വരണം. വറ്റി വരുന്ന സമയത്ത് നമുക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ആണ് കേട്ടോ, ഹെൽത്തി ആണ്, നല്ല ടേസ്റ്റും ആണ്. അപ്പൊ ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. ഇത് ചേമ്പിന്റെ വെള്ളമെല്ലാം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഒരു സ്പൂൺ വരെ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ നനച്ചു കൊടുക്കുക. നമ്മളെ ചേമ്പ് പുഴുങ്ങിയത് റെഡിയാണ് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പച്ച വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ലാസ്റ്റ് ആ പച്ചമുളക് ഇടുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റും മണമാണ് കേട്ടോ. ഇത് കുറച്ച് സമയം കഴിഞ്ഞ് തണുക്കുമ്പോ ഉണ്ടല്ലോ, തണിഞ്ഞാല് ഇത് ഒന്ന് ഉറക്കും. ചേമ്പ് തന്നെ പലതരത്തില് പല നാട്ടിൽ പല തരത്തിലാക്കലുണ്ട് കേട്ടാ. ഇത് നമ്മളെല്ലാം നാട്ടില് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു തരത്തിൽ അമ്മയെല്ലാം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ള ഒരു ചേമ്പ് റെസിപ്പിയാണിത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാത്തവര് ഇങ്ങനെ ഒന്ന് ചേമ്പെല്ലാം കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കണേ. ഇവിടെ കിട്ടിയ ചേമ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല പെട്ടെന്ന് വെണ്ണ പോലെ വെന്തുടയുന്ന ചേമ്പാണ്. അപ്പൊ നമ്മൾ പച്ച വെളിച്ചെണ്ണയെല്ലാം ചേർത്ത് നന്നായിട്ട് ചേമ്പിനെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മളെ ചേമ്പ് വേവിച്ചുടച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇതിന് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കട്ടിയാവും കേട്ടാ. അപ്പൊ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായിനാ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഞാനെല്ലാം ചെക്ക് ചെയ്ത് നോക്കി, നല്ല രസമുണ്ട്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മളിതാ ഈ ചേമ്പ് ഉടച്ചതിന്റെ കൂടെ നമ്മൾ കഴിക്കാനാക്കിയ ചമ്മന്തി ഇതാ. ഈ ചമ്മന്തിയും ചേമ്പ് ഉടച്ചതും കൂടി കഴിക്കാൻ കിടു ടേസ്റ്റ് ആണ് കേട്ടാ. അപ്പൊ എല്ലാവരും ഉണ്ടാക്കാത്തവര് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.
അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ, ബൈ.